ബുള്ളറ്റിലുള്ള കുറച്ച് കറണ്ട് അഫെയർ നോക്കാം. ഇപ്പോൾ PSC ബുള്ളറ്റിലെ കോഗോയുടെ ആദ്യ വനിതാ പ്രധാനമന്ത്രിയായി ജുഡിത്ത് സുമിൽവ ഡുലൂക്ക അധികാരമേറ്റു. അതാണ് സംഭവം. ഇതാട്ടോ, ഫോട്ടോ കണ്ട്. കോഗോയുടെ ആദ്യ വനിതാ അതേതാ സ്ഥലം എന്ന് എനിക്കറിയില്ല. കോഗോയുടെ ആദ്യ വനിതാ പ്രധാനമന്ത്രിയായി ജുഡിത്ത് സുമിൽവ ഡുലൂക്ക അധികാരമേറ്റു. 32 അംഗരാജ്യങ്ങളുള്ള സൈനിക സഖ്യമായ നാറ്റോ 75-ാം വാർഷിക ബ്രസൽസിൽ ആഘോഷിച്ചു. 32 അംഗരാജ്യങ്ങളുള്ള സൈനിക സഖ്യമായ നാറ്റോ 75-ാം വാർഷിക ബ്രസൽസിൽ ആഘോഷിച്ചു. പാരീസ് ഒളിമ്പിക്സിലുള്ള ജൂറി അംഗമായ ജമ്മു കാശ്മീർ സ്വദേശി ബിൽക്കീസ് മിർ തിരഞ്ഞെടുക്കപ്പെട്ടു. പാരീസ് ഒളിമ്പിക്സിലുള്ള ജൂറി അംഗമായി ജമ്മു കാശ്മീർ സ്വദേശിയായ ബിൽക്കീസ് മിർ തിരഞ്ഞെടുക്കപ്പെട്ടു. ഒളിമ്പിക്സ് ജൂറിയാകുന്ന ആദ്യ ഇന്ത്യൻ വനിതയാണ് ബിൽക്കീസ് മിർ. പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോയുടെ പ്രിൻസിപ്പൽ ഡയറക്ടർ ജനറലായി ഷെയ്ഫാലി ബി ശരൺ നിയമിതയായി. പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോയുടെ പ്രിൻസിപ്പൽ ഡയറക്ടർ ജനറലായി ഷെയ്ഫാലി ബി ശരൺ നിയമിതയായി. ഇന്ത്യൻ കോസ്റ്റ് ഗാർഡിൻ്റെ അക്വാട്ടിക് സെൻ്റർ തമിഴ്നാട്ടിലെ രാമേശ്വരത്ത് നിലവിൽ വന്നു. ഇന്ത്യൻ കോസ്റ്റ് ഗാർഡിൻ്റെ അക്വാട്ടിക് സെൻ്റർ തമിഴ്നാട്ടിലെ രാമേശ്വരത്ത് നിലവിൽ വന്നു. അർഹരായ മുഴുവൻ വിദ്യാർത്ഥികളെയും വോട്ടർ പട്ടികയിൽ ചേർത്ത രാജ്യത്തെ ആദ്യ ജില്ലയാണ് കണ്ണൂർ. 2024 ഫോബ്സ് ആഗോള അതിസമ്പന്നരുടെ പട്ടികയിൽ ലൂയി വിട്ടർ എന്ന ആഡംബര ഉൽപ്പന്ന കമ്പനിയുടെ ഉടമസ്ഥൻ ബെർണാഡ് അർണാൾഡ് ഒന്നാം സ്ഥാനത്ത്. ഇലോൺ മസ്ക്, ജെഫ് ബെസോസ് എന്നിവരാണ് 2ഉം 3ഉം സ്ഥാനങ്ങളിൽ. 2024 ഫോബ്സ് ആഗോള അതിസമ്പന്നരുടെ പട്ടികയിൽ ലൂയി വിട്ടർ എന്ന ആഡംബര ഉൽപ്പന്ന കമ്പനിയുടെ ഉടമസ്ഥനാണ് ഒന്നാമത്. ബെർണാഡ് അർണാൾഡ്. ആണവവാഹക ശേഷിയുള്ള പുതിയ തലമുറ ബലിസ്റ്റിക് മിസൈൽ അഗ്നി പ്രൈം ഇന്ത്യ വിജയകരമായി പരീക്ഷിച്ചു. ആണവവാഹക ശേഷിയുള്ള പുതിയ തലമുറ ബലിസ്റ്റിക് മിസൈൽ അഗ്നി പ്രൈം ഇന്ത്യ വിജയകരമായി പരീക്ഷിച്ചു. ഇന്ത്യയിലെ ആദ്യ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് അധിഷ്ഠിത സോഫ്റ്റ്വെയർ എഞ്ചിനീയറാണ് ദേവിക. ഇന്ത്യയിലെ ആദ്യ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് അധിഷ്ഠിത സോഫ്റ്റ്വെയർ എഞ്ചിനീയറാണ് ദേവിക. ഇന്ത്യൻ വംശജരായ പവൻ ദവുലാരി മൈക്രോസോഫ്റ്റ് വിൻഡോസിൻ്റെ മേധാവിയായി നിയമിതനായി. ഇന്ത്യൻ വംശജനായ പവൻ ദവുലാരി മൈക്രോസോഫ്റ്റ് വിൻഡോസിൻ്റെ മേധാവിയായി മൈക്രോസോഫ്റ്റ് വിൻഡോസിൻ്റെ മേധാവിയായി നിയമിതനായത്. 2024 ആംബേൽ പുരസ്കാരം ഗണിതശാസ്ത്രജ്ഞനായ മൈക്കൽ തലാഗ്രാൻസിന്. 2024 ആംബേൽ പുരസ്കാരമായ ഗണിതശാസ്ത്രജ്ഞനായ മൈക്കൽ തലാഗ്രാൻസിന്. മാലിദ്വീപ്, ഇന്ത്യ, ശ്രീലങ്ക എന്നീ രാജ്യങ്ങൾ നടത്തിയ സംയുക്ത സൈനിക അഭ്യാസമാണ് ദോസ്തി 16. മാലിദ്വീപും ഇന്ത്യ, ശ്രീലങ്ക ദോസ്തി 16. 2024 ഏഷ്യ കപ്പ് വനിതാ ക്രിക്കറ്റ് ടൂർണമെൻറ്റിൽ ശ്രീലങ്കയിലാണ് വേദിയാകുന്നത്. 2024 ഏഷ്യ കപ്പ് വനിതാ ക്രിക്കറ്റ് ടൂർണമെൻറ്റിന് ശ്രീലങ്ക വേദിയാകുന്നു. ലാറ്റിൻ അമേരിക്കൻ ഫുട്ബോൾ ക്ലബ്ബിൽ കളിക്കുന്ന ആദ്യ ഇന്ത്യക്കാരനാണ് വിജയ് ചാന്ദ്ര. അപ്പോൾ 2024 ഏഷ്യ കപ്പ് വനിതാ ക്രിക്കറ്റ് ടൂർണമെൻറ്റിൽ ശ്രീലങ്കയാണ് വേദിയാകുന്നത്. ലാറ്റിൻ അമേരിക്കൻ ഫുട്ബോൾ ക്ലബ്ബിൽ കളിക്കുന്ന ആദ്യ ഇന്ത്യക്കാരനാണ് വിജയ് ചൈന്ദ്രി. ഉറുഗ്വായിലെ കൊളോൺ ഫുട്ബോൾ ക്ലബ്ബിലാണ് കളിക്കുന്നത്. പുന്നയൂർകുളം സാഹിത്യ സമിതിയുടെ പ്രഥമ മാധവിക്കുട്ടി പുരസ്കാരം KR മീരയ്ക്ക്. പുന്നയൂർകുളം സാഹിത്യ സമിതിയുടെ പ്രഥമ മാധവിക്കുട്ടി പുരസ്കാരം KR മീരയ്ക്ക്. ലാറ്റിൻ അമേരിക്കൻ ഫുട്ബോൾ ക്ലബ്ബിൽ കളിക്കുന്ന ആദ്യ ഇന്ത്യക്കാരനാണ് വിജയ് ചൈന്ദ്രി. ഉറുഗ്വായിലെ കൊളോൺ ഫുട്ബോൾ ക്ലബ്ബിലാണ് കളിക്കുന്നത്. 2024 ഏഷ്യ കപ്പ് വനിതാ ക്രിക്കറ്റ് ടൂർണമെൻറ്റിന് ശ്രീലങ്ക വേദിയാകുന്നു. പ്രശസ്ത കൂടിയാട്ടം കലാകാരൻ കലാമണ്ഡലം രവീന്ദ്രൻ 58 വയസ്സിൽ അന്തരിച്ചു. പ്രശസ്ത കൂടിയാട്ട കലാകാരൻ കലാമണ്ഡലം രവീന്ദ്രൻ, ചെറിയ വയസ്സാണല്ലോ, 58 രവീന്ദ്രൻ അന്തരിച്ചു. പ്രമുഖ ചലച്ചിത്ര നിർമ്മാതാവ് ഗാന്ധിമതി ബാലൻ അന്തരിച്ചു. 2013 ഭൗതികശാസ്ത്ര നൊബേൽ ജേതാവ് ഹിഗ്സ് ബോസോൺ കണത്തിൻ്റെ ദേവഗണ ഉപജ്ഞാതാവ് പീറ്റർ ഹിഗ്സ് അന്തരിച്ചു. നമ്മളെ ഹിഗ്സ് ബോസോൺ കണ്ടുപിടിച്ചല്ലേ, ചെറുതായിപ്പോയി. ഇനി അടുത്തത് വേൾഡ് പ്രസ് ഫോട്ടോ അവാർഡ്. 5 വയസ്സുള്ള കുഞ്ഞിൻ്റെ മൃതദേഹം മടിയിൽ വെച്ച് വീങ്ങിപ്പോകുന്ന പാലസ്തീൻ വനിതയുടെ ചിത്രം പകർത്തിയ റോയിട്ടേഴ്സ് ഫോട്ടോഗ്രാഫർ മുഹമ്മദ് സലീമിന് ഈ വർഷത്തെ വേൾഡ് പ്രസ് ഫോട്ടോ അവാർഡ്.
സ്ട്രോക്സ് വേൾഡ് എയർപോർട്ട് 2024 പട്ടികയിൽ ലോകത്തെ ഏറ്റവും മികച്ച വിമാനത്താവളം എന്ന നേട്ടം ഖത്തറിലെ അഹമ്മദ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിന്. സ്കൈട്രാക്സ് വേൾഡ് എയർപോർട്ട് 2024 പട്ടികയിൽ ലോകത്തിലെ ഏറ്റവും മികച്ച വിമാനത്താവളം എന്ന നേട്ടം ഖത്തറിലെ അഹമ്മദ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിന്. നിർമ്മിത ബുദ്ധി ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് കമ്പനി ഓപ്പൺ എഐയുടെ ഇന്ത്യയിലെ ആദ്യ ജീവനക്കാരിയായി പ്രാഗി മിശ്ര നിയമിതയായി. നിർമ്മിത ബുദ്ധി ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് കമ്പനി ഓപ്പൺ എഐയുടെ ഇന്ത്യയിലെ ആദ്യ ജീവനക്കാരിയായി പ്രാഗി മിശ്ര നിയമിതയായി. നാവികസേനാ മേധാവിയായി വൈസ് അഡ്മിറൽ ദിനേശ് കുമാർ ത്രിപാഠി നിയമിതനായി. ഇന്ത്യൻ പ്രീമിയർ ലീഗ് ക്രിക്കറ്റിൽ 100 ക്യാച്ച്, 100 വിക്കറ്റ്, 1000 റൺസ് എന്നിവ നേടുന്ന ആദ്യ താരമായി രവീന്ദ്ര ജഡേജ. ഇന്ത്യൻ പ്രീമിയർ ലീഗ് ക്രിക്കറ്റിൽ 100 ക്യാച്ച്, 100 വിക്കറ്റ്, 1000 റൺസ് എന്നിവ നേടുന്ന ആദ്യ താരമായി രവീന്ദ്ര ജഡേജ. ടൈം വാരിക പുറത്തിറക്കിയ 2024 ഏറ്റവും സ്വാധീനശക്തിയുള്ള 100 പേരുടെ പട്ടികയിൽ ലോകബാങ്ക് അധ്യക്ഷൻ അജയ് ബംഗ, ബോളിവുഡ് നടി ആലിയ ഭട്ട്, ഗുസ്തി താരം സാക്ഷി മാലിക്, മൈക്രോസോഫ്റ്റ് സിഇഒ സത്യ നദല്ല എന്നീ ഭാരതീയർ ഇടം പിടിച്ചു. ടൈം വാരിക പുറത്തിറക്കിയ 2024 ഏറ്റവും സ്വാധീനശക്തിയുള്ള 100 പേരുടെ പട്ടികയിൽ ലോകബാങ്ക് അധ്യക്ഷൻ അജയ് ബംഗ, ബോളിവുഡ് നടി ആലിയ ഭട്ട്, ഗുസ്തി താരം സാക്ഷി മാലിക്, മൈക്രോസോഫ്റ്റ് സിഇഒ സത്യ നദല്ല. ടെന്നീസ് സൂപ്പർ താരം നൊവാക് ജോക്കോവിച്ച്, ബാഴ്സലോണ വനിതാ ഫുട്ബോൾ താരം ഐറ്റ്ന ബോൾമാറ്റി. ടെന്നീസ് സൂപ്പർ താരം നൊവാക് ജോക്കോവിച്ച്, ബാഴ്സലോണ വനിതാ ഫുട്ബോൾ താരം ഐറ്റ്ന ബോൾമാറ്റി എന്നിവർക്ക് ഈ വർഷത്തെ ലോറൻസ് പുരസ്കാരം. ലോക ടെന്നീസ് 1-ാം റാങ്കിലെത്തുന്ന ഏറ്റവും പ്രായം കൂടിയ കളിക്കാരനാണ് നൊവാക് ജോക്കോവിച്ച്. ലോക ടെന്നീസിൽ 1-ാം റാങ്കിലെത്തുന്ന ഏറ്റവും പ്രായം കൂടിയ കളിക്കാരനാണ് നൊവാക് ജോക്കോവിച്ച്. എയർ ഇന്ത്യയുടെ ജനപ്രിയ വിമാനങ്ങളായിരുന്ന ബോയിങ് 747 സർവീസുകൾ അവസാനിപ്പിച്ചു. എയർ ഇന്ത്യയുടെ ജനപ്രിയ വിമാനങ്ങളായിരുന്ന ബോയിങ് 747 സർവീസുകൾ അവസാനിപ്പിച്ചു. കേരള ഹൈക്കോടതി അഡീഷണൽ ജഡ്ജിയായി എം.പി. സ്നേഹലത നിയമിതയായി. കേരള ഹൈക്കോടതി അഡീഷണൽ ജഡ്ജിയായിട്ട് എം.പി. സ്നേഹലത നിയമിതയായി. ഇന്ത്യയിലെ ആദ്യ വനിതാ ബ്രിട്ടീഷ് ഹൈക്കമ്മീഷണറായ ലിൻഡി കാമറൂൾ നിയമിതയായി. ഇന്ത്യയിലെ ആദ്യ വനിതാ ബ്രിട്ടീഷ് ഹൈക്കമ്മീഷണറായി ലിൻഡി കാമറൂൾ നിയമിതയായി. 70 വർഷം പഴക്കമുള്ള വട്ടെഴുത്ത് ലിഖിതം പാലക്കാട് ജില്ലയിൽ കണ്ടെത്തി. ഡോ. സുകുമാർ അഴീക്കോട് തത്വമസി പുരസ്കാരം കവിയും കഥാകൃത്തുമായ സജിത അനിലിന്. ദിവ്യപ്രഭ, കനി കുസൃതി എന്നീ മലയാളികൾ അഭിനയിച്ച ഓൾ വി ഇമേജിൻ ആസ് ലൈറ്റ് കാൻ ഫിലിം ഫെസ്റ്റിവലിൽ 30 വർഷത്തിനു ശേഷം മികച്ച ചിത്രത്തിനുള്ള പാം ഡി ഓർ പുരസ്കാരത്തിന് മത്സരിക്കുന്ന ഇന്ത്യൻ സിനിമയാണ്. ദിവ്യപ്രഭ, കനി കുസൃതി എന്നീ മലയാളികൾ അഭിനയിച്ച ഓൾ വി ഇമേജിൻ ആസ് ലൈറ്റ് കാൻ ഫിലിം ഫെസ്റ്റിവലിന് 30 വർഷത്തിനു ശേഷം മികച്ച ചിത്രത്തിനുള്ള പാം ഡി ഓർ പുരസ്കാരം മത്സരിക്കുന്ന ഇന്ത്യൻ സിനിമയാണ്. വ്യാഴത്തിന്റെ ഉപഗ്രഹമായ യൂറോപ്പയിൽ ജീവന്റെ സാധ്യത കണ്ടെത്തുന്നതിനായി നാസ ഒക്ടോബറിൽ ക്ലിപ്പർ എന്ന പേടകം വിക്ഷേപിക്കും. വ്യാഴത്തിന്റെ ഉപഗ്രഹമായ യൂറോപ്പയിൽ ജീവന്റെ സാധ്യത കണ്ടെത്താൻ വേണ്ടി നാസ ഒക്ടോബറിൽ ക്ലിപ്പർ എന്ന പേടകം വിക്ഷേപിച്ചു. ഫോബ്സ് ബില്യണേഴ്സ് ലിസ്റ്റ് 2024 പ്രകാരം ഇന്ത്യയിലെ ഏറ്റവും പ്രായം കുറഞ്ഞ ശതകോടീശ്വരനാണ് ബ്രോക്കറേജ് സ്ഥാപനമായ സിറോഡയുടെ സ്ഥാപകൻ നിഖിൽ കാമത്ത്. ഫോബ്സ് ബില്യണേഴ്സ് ലിസ്റ്റ് 2024 പ്രകാരം ഇന്ത്യയിലെ ഏറ്റവും പ്രായം കുറഞ്ഞ ശതകോടീശ്വരനാണ് ബ്രോക്കറേജ് സ്ഥാപനമായ സിറോദയുടെ സഹസ്ഥാപകൻ നിഖിൽ കാമത്ത്. കാൽഡിഡേറ്റ ചെസ്സിൽ ജേതാവാകുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ താരമായി ഇന്ത്യയുടെ 17-കാരൻ ഡി ഗുകേഷ്. വിശ്വനാഥൻ ആനന്ദിന് ശേഷം ഈ ടൂർണമെന്റ് വിജയിക്കുന്ന ആദ്യ ഇന്ത്യക്കാരനാണ്. കാൽഡിഡേറ്റ് ചെസ്സിൽ ജേതാവാകുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ താരം ഇന്ത്യയുടെ 17-കാരൻ ഡി ഗുകേഷ്. ഓക്കേ, ജമ്മു. സംഗീത സംവിധായകൻ കെ.ജി. ജയൻ അന്തരിച്ചു. ചലച്ചിത്ര താരം മനോജ് കെ. ജയൻ മകനാണ്. കെ.ജി. ജയനില്ലേ. സംഗീത ലോകത്ത് അപൂർവ ഇരട്ടകളായ ജയവിജയന്മാരിൽ ഒരാളാണ് പത്മശ്രീ കെ.ജി. ജയൻ. പിന്നെ കുറച്ച് പുരസ്കാരങ്ങളൊക്കെ ഇതൊക്കെ അടുത്തതിന് പറയാം കേട്ടോ. അപ്പം കുറേ ഉണ്ട്.
ഇത്രയും കാര്യങ്ങളാണ് ഇതിൻ്റെ അകത്ത് പറഞ്ഞത്. ഈ 2 PDF കേട്ടോ. നിങ്ങൾ നല്ലോണം കേട്ട് പഠിക്കുക. ഓക്കെ ബൈ.